സകല സംഗീനാറികളും വരൂ, ഇതൊന്നു കേൾക്കൂ, പ്രതിയെ പിടിക്കണ്ടേ നമുക്ക്. അടാ നായിന്റെ മോനെ നരേന്ദ്രമോദിയെ മൈര എന്റെ തല അറക്കടാ, കള്ള പൊലയാടി മോനെ, അന്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ മൈര. അങ്ങനെ സംഘികളൊക്കെ ആഘോഷിച്ചു. ഇതൊരു കോയയാണ്, വെള്ളിയാഴ്ചയാണ്, ജുമേന്റെ മുമ്പാകും അല്ലെങ്കിൽ ശേഷാകും. കാരണം വെള്ളിയാഴ്ച അങ്ങനെയാണല്ലോ. ആഘോഷിച്ചു, വർഗീയത പറഞ്ഞു. കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവനും വർഗീയത. അങ്ങനെ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. എന്താണ്? മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായ മിഥുൻ മിഥു അല്ലേ? മിഥുൻ മിഥു ആണ്. ഇപ്പം എങ്ങനെയുണ്ട് രാജ്യസ്നേഹം? എങ്ങനെയുണ്ട്? എന്ത് കഷ്ടാണ് നിങ്ങളൊക്കെ ഒരവസ്ഥ എന്നാലോചിച്ചു. ചത്തുടടാ നിങ്ങൾക്കൊക്കെ, പോയി ചത്തുളിടാ. എല്ലാവരും ഇവിടെ കൂടിയിട്ട് കുറച്ച് വിഷം വാങ്ങിയിട്ട് ഒരു വലിയ പിഞ്ഞാണത്തേക്ക് കലക്കി എന്നിട്ട് കുടിച്ച് ചാകിയടാ. ഏറ്റവും നല്ലത് അതാണ്. എന്നാൽ കുറെ നിങ്ങളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടും. സത്യം. ഈ കോലം വർഗീയത ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് ആളെ നോക്കിങ്ങാണ്ട് അത് കോയാണെന്നും പറഞ്ഞങ്ങാണ്ട് ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാണെങ്കിലും അയാളെ അംഗീകരിക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളെ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യണ ഒരു ആശയപരമായിട്ട് വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്താമെന്നല്ലാതെ ഈ പണിയെടുക്കണവനെ മുഴുവനും മതം ഏതാണെന്നൊന്നും അറിയാതെ മതത്തിൻ്റെ ചാപ്പി അടിച്ചിട്ട് നിങ്ങളൊക്കെ ഈ കളിക്കണ വർഗീയതൊക്കെ കുറച്ചൊക്കെ ഉളുപ്പുമാണടാ നാറികളെ. ഞാൻ അങ്ങനെ പറയാത്താണ്. നാറികളാണ് നിങ്ങൾ. മണിക്കൂറുകൾ നീണ്ട വർഗീയതക്കൊടുവിൽ ഇവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ എന്തിടാ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? ഒന്ന് വരച്ചുകിടാ ഊളകളെ, നിങ്ങളെ വലിപ്പം. അല്ലെങ്കിൽ കണ്ണാടിക്ക് നോക്കി എന്നിട്ട് ഈ ലോകത്ത് നിങ്ങൾ എടുക്കുന്ന പണി എന്താണെന്നും ചത്തു പോകണ്ടട ചങ്ങായിമാർ. നിങ്ങൾക്കൊക്കെ ചത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ശിക്ഷ ഉണ്ടാവില്ല എന്നാ കരുതിക്കണേ. ചത്തു പോകണ്ട നിങ്ങൾക്കൊക്കെ. അത്തരം മോശടങ്ങളൊക്കെ ഈ ലോകത്ത്. ഈ രാജ്യത്തിന്റെ ശാപമാണ് നിങ്ങൾ. ഈ രാജ്യത്തിന്റെ ശാപമാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള വർഗീയത ചെമ്പ് നാറികൾ. അത്തരം മോശമാണ്. നാറിയ പരിപാടി എടുക്കണവനെ തന്നെയല്ലേ നാറികൾ എന്ന് പറയാം. ഇത്തരം മോശങ്ങൾ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച, മതത്തിന്റെ പേര് തല്ലിച്ച, എന്നിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം വളർത്തുക. എന്തിനടാ അങ്ങനെയൊക്കെ രാഷ്ട്രീയം? എന്തിനടാ നിങ്ങൾക്കൊക്കെ അധികാരം? അത്തരം മോശങ്ങൾ. ഏതായാലും പ്രതിയെ കിട്ടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ തല ഇറക്കുന്നു വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെ ഒക്കെ ഉദ്ദേശം എന്താന്നുള്ളത് ശരിക്കും ഇവനെ കൊണ്ടുപോയി ചാവൂട്ടി കൂട്ടി ചോദിച്ചണം. ഞാൻ അഭിപ്രായക്കാരനാണ്. ഇവന്റെ ബാക്കിൽ ആരാന്ന് അതും പുറത്തു വരണം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഒക്കെ ഒരേ മനോഭാവത്തിലായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പിന്നാമ്പുറ സത്യങ്ങളൊന്നും അല്ലാതെ പുറത്തു വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളെ നാടാകപ്പെട്ടത്. സത്യം തെളിയിക്കാനും നിയമ നടപടി സ്വീകരിക്കേണ്ടവരൊക്കെ നോക്കുകുത്തികളായിട്ട് ഒരു ഏകദേശ മനോഭാവത്തിലൊക്കെ നടക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഏതായാലും നമ്മൾ ഇതിലൊക്കെ ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോൾ ഇതേപോലെ വർഗീയത പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ജാഗ്രത പാലിക്കുക. മതേതര സമൂഹം, മതേതര മനസ്സുണ്ടാകുക. ഇവർക്കൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. അതിന് ജനങ്ങൾ തമ്മിൽ തച്ചാലും ഉള്ള വർഗീയത പറഞ്ഞാലും പാടില്ല. ഈ ഒരു കുഴപ്പം ഇവർക്കില്ല. അത്രയും മോശപ്പെട്ട ലോകത്ത് ഏറ്റവും നികൃഷ്ടമായ മനോഭാവമുള്ളത് സംഘികൾക്കാണെന്ന് പറയാൻ യാതൊരു മടിയും വേണ്ട കേട്ടോ. കാരണം അത്ര മോശമാണ് പല പ്രവർത്തികൾ. ഇപ്പം ആരും മുണ്ടണില്ല. അല്ലെങ്കിൽ ഇപ്പം ഇവരെ ഒന്നായിട്ട് ഇറങ്ങാനുള്ള നേരം കഴിഞ്ഞു. ഇപ്പം ആരും മുണ്ടണില്ല ഇവര്.